അപ്പോൾ എൻ്റെ മറ്റൊരു ആർട്ട് വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനു മുൻപ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബ്ലീച്ച് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെനിമിൻ്റെ കുറച്ച് പീസുകൾ ആവശ്യമാണ്. അത് ഞാൻ ഇവിടെ ഒരു പീസ് റിബൺ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിബൺ പോലത്തെ പീസിൽ നമുക്ക് ചെറിയൊരു പണി ചെയ്യാനുണ്ട്. ഇതേപോലെ ഞാൻ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 2 സൈഡ്സിൽ മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അതിൻ്റെ ത്രെഡ് വലിച്ചെടുക്കാനാണ്. കാരണം അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പായിട്ട് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ആ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്കിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്യണം. ഇപ്പോൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസൈനുകൾ ഇങ്ങനെ സിക്സാഗ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ബ്ലീച്ച് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ സിമ്പിളായിട്ടൊരു വർക്കാണ്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു. ഇനി നമ്മൾ ബ്ലീച്ച് എടുക്കുകയാണ്. ഈ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആ ടേപ്പിന് ചുറ്റും ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് നനച്ച് കൊടുക്കാം. കഴിഞ്ഞിട്ട് ഉണങ്ങാൻ കഴിയുമ്പോൾ നമ്മളിതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബ്ലീച്ചിൻ്റെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. കുറച്ച് വൈറ്റും പിന്നെ അതിൻ്റെ നടുക്കൊരു ബ്ലൂ കളറായിട്ട്. ഇനി നമുക്ക് അതിൽ വേണേൽ ഇത്തിരി കൂടി കളർഫുൾ ആക്കാം. അതിന് ഞാൻ ഇവിടെ ഗ്ലിറ്റർ ഫെൽറ്റാണ് എടുത്തിരിക്കുന്നത്. ഗ്ലിറ്റർ ഫെൽറ്റിൻ്റെ കുറച്ച് പീസുകൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇതൊക്കെ ഡിസോർഡർ ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ് ആണല്ലോ നമ്മൾ ഈ ബ്ലീച്ച് ചെയ്ത സ്ഥലത്ത് കാണുന്നത്. അപ്പോൾ അതിന് ചുറ്റും നമുക്ക് ബോർഡർ വെച്ച് കൊടുക്കാം 4 സൈഡ്സിലും. ഇപ്പോൾ വേണമെങ്കിൽ അത് ഫുള്ള് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഇടവിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണോ ആ റെക്റ്റാങ്കിൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതുള്ളൂ. അവിടെ ഒരു പെർഫെക്ഷൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ റെക്റ്റാങ്കിൾസും ഒരു പെർഫെക്ഷൻ ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതേപോലെ ഇടവിട്ടേ ചെയ്യണുള്ളൂ. അങ്ങനെ എല്ലാവരുടെയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ വയ്ക്കാൻ നമുക്കൊരു ഫ്ലവറിൻ്റെ ബഞ്ചസ് ഉണ്ടാക്കാം. അവിടെ ബഞ്ചസ് ഉണ്ടാക്കുമ്പോൾ ഞാനിവിടെ 4 സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഗ്ലിറ്റർ ഫെൽറ്റ് ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഫ്ലവർ ആണോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവർ എന്ന് പറഞ്ഞതാണ്. ഫ്ലവർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബഡോ അങ്ങനെ എന്തായാലും നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ നമുക്ക് ഈ ഫെൽറ്റിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങനെ ചുറ്റും റൗണ്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ 4 ടൈപ്പ് ഓഫ് ഫെൽറ്റാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ 4 കളറും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അതല്ലാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫ്ലവറൊക്കെ ശരി. ഇനി നമ്മൾ അതിൽ റിബൺ വെച്ച് ടൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഗ്രീനും റെഡ് റിബൺ എടുത്തിട്ടുണ്ട്. ഇത് ടൈ ചെയ്തു, ബോ ഉണ്ടാക്കി ഞാൻ അത് സെറ്റ് ചെയ്തു. ഇതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ബ്ലീച്ചിൻ്റെ മറ്റൊരു ഐഡിയയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.